2026 ഒരു ദിവസം കൂടി കടന്നു പോവുകയാണ്. അതായത് ആകെ 3 ദിവസങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഇതുവരെ ആയിട്ടും നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ? മക്കളെ, നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചു തുടങ്ങാൻ തീരുമാനമെടുത്തിരുന്നതല്ലേ? പിന്നെ എന്തു പറ്റി ഒരു മടുപ്പ് നിങ്ങളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? പലപ്പോഴും പഠിക്കണം എന്നുള്ള ആവേശം മനസ്സിലുണ്ട്. പക്ഷേ പഠനത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എവിടെ വെച്ചോ ഒരു മടി നമ്മളെ ഇപ്പോഴും അലട്ടുന്നുണ്ട്, ഒരു ക്ഷീണം നമ്മളെ അലട്ടുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട്. ആ അവസരങ്ങളൊക്കെ എത്തിപ്പടിക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹവുമുണ്ട്. പക്ഷെ എക്സിക്യൂഷനിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കുന്നതിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ പിൻവലിഞ്ഞു പോകുന്നു എന്നുള്ളത് നിങ്ങളെ ഇപ്പോഴും നിരാശപ്പെടുത്തിയാണോ? മക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളൊരു പഠിക്കാനായിട്ട് തീരുമാനിച്ചു. നാളെ രാവിലെ എഴുന്നേറ്റ് ശക്തമായി പഠിക്കുമെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ രാത്രി കിടന്നുറങ്ങാനായിട്ട് പോകുന്നതിന് മുൻപ് നാളത്തേക്കൊരു പ്ലാനൊക്കെ ഉണ്ടാക്കുന്നു. രാവിലെ കൃത്യം 4 മണി എന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഉണർന്നിരുന്ന് പഠിക്കും എന്ന് ഒരു ദൃഢനിശ്ചയം എടുക്കുന്നു. അതിനുശേഷം രാവിലെ 4 മണിക്ക് അലാറവും വെച്ച് നമ്മൾ കിടന്നുറങ്ങും. സംഭവിക്കുന്നത് എന്താ മക്കളെ? രാവിലെ 4 മണിക്ക് നമ്മൾ അലാറം കേൾക്കും. ആ അലാറം വീണ്ടും 5 മണിക്കത്തേക്ക് മാറ്റിവെക്കും. വീണ്ടും കിടന്നുറങ്ങും. 5 മണിക്ക് അലാറം വീണ്ടും കേൾക്കും. നമ്മളപ്പോ അലാറത്തെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് 5 മണിയല്ലേ ആയുള്ളൂ, 6 മണി ആയാലും സാരമില്ല, 6 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ വീണ്ടും കിടന്നുറങ്ങും. ഒരു പക്ഷേ 6 മണിക്കത്തെ അലാറം പലപ്പോഴും നമ്മൾ കേൾക്കാറില്ല എന്നതാണ് വസ്തുത. 6 എന്നുള്ളത് 7 8 മണി ആയാലേ നമ്മൾ ഉണരൂ. ഉണരുമ്പോൾ നമ്മൾ ഭയങ്കര കുറ്റബോധത്തോടെ ഞെട്ടി ഉണരും. അയ്യോ, 7 മണി 8 മണിയായോ, ഇത്രയും നേരം ഞാൻ കിടന്നുറങ്ങിയോ, എൻ്റെ അത്രയും സമയം പോയല്ലോ എന്ന് കുറ്റബോധത്തോടെ ഉറങ്ങും. ആരെ ബോധിപ്പിക്കാനാണ് നമ്മൾ? ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും ആ കുറ്റബോധങ്ങൾ നമ്മളെ തന്നെ സമാധാനിപ്പിക്കാനുള്ള, പഠിക്കാതെ പോയതിലുള്ള ആ ഒരു സമയനഷ്ടം ഉണ്ടായതിൻ്റെ ഒരു പ്രകമ്പനം കുറയ്ക്കാനുള്ള വെറും ക്ലീശേ പ്രവർത്തനങ്ങൾ മാത്രമായി പോയില്ലേ? നമ്മുടെ മുന്നിലുള്ള അവസരങ്ങൾ എന്തുമാത്രം വിലപ്പെട്ടതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് അറിയാമോ? 36 വയസ്സ് കഴിഞ്ഞൊരു ജനറൽ കാറ്റഗറിക്കാരനോട് പോയി ചോദിക്കണം. 36 വയസ്സ് കഴിഞ്ഞിന് ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയും എഴുതാൻ പറ്റാതെ പോയ ഒരു PSC ആസ്പിറന്റ് ആയിരുന്ന ഒരാളോട് പോയി ചോദിക്കണം. അവൻ പറഞ്ഞു തരും ആ വേദനയുടെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന്. അവന് മാത്രമേ അതിന്റെ ആഴം പറഞ്ഞു തരാൻ കഴിയൂ. കാരണം ഇനിയൊരു അവസരം കൂടി അവൻ എഴുതാൻ പറ്റില്ല. നിങ്ങളുടെ ജീവിതത്തിലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണോ നിങ്ങൾ? പഠിക്കാൻ ഇത്ര അവസരങ്ങൾ ഉണ്ടായിട്ട്, ഇത്ര സാഹചര്യങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും വേക്കൻസികളുള്ള പോസ്റ്റുകൾ ഉണ്ടായിട്ട്, മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷകളാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തന്നെ ഏതാണ്ട് 4000-ഓളം വേക്കൻസി വന്ന് കിടക്കുകയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്ന് കിടക്കുകയാണ്. SBCID വന്ന് കിടക്കുകയാണ്. സബ് ഇൻസ്പെക്ടർ ഉണ്ട്, അസിസ്റ്റന്റ് ജയിലറുണ്ട്, എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്. എത്ര അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ഫോഴ്സ് ലെവൽ പരീക്ഷകളിലേക്ക് വാ. സിവിൽ പോലീസ് ഓഫീസർ, വിമൻ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, എക്സൈസ്. 10th ലെവൽ ആണെങ്കിലോ അവിടെ VFI ഉണ്ട്, വെബ്കോ LD ഉണ്ട്, കമ്പനി ബോർഡ് LGS ഉണ്ട്. എത്രയോ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ കിടക്കുമ്പോഴാണ് 2026 കടക്കും മുമ്പ് 2025 ഡിസംബർ മാസം വൈകിട്ട് ഒരു ന്യൂ ഇയർ റെസല്യൂഷൻ എന്നതുപോലെ നിങ്ങൾ പറഞ്ഞത്, നിങ്ങളോട് പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ നാളെ മുതൽ ശക്തമായി പഠിക്കാൻ പോവുകയാണെന്ന്. എത്രയോ ആഴത്തിൽ ഞാൻ ഓരോ ദിവസവും പഠിക്കാൻ പോവുകയാണെന്ന്. 10 മണിക്കൂറും 12 മണിക്കൂറും എൻ്റെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പോവുകയാണെന്ന്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ പഴയ നിങ്ങളായി തന്നെ ഇരിക്കുക. ഒരല്പം പോലും മുന്നോട്ട് പോകാൻ, ഒരല്പം പോലും ത്യാഗമെടുക്കാൻ, ഒരല്പം പോലും കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്നറിയാമോ? മക്കളെ, ഇപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരൊക്കെയോ ഉണ്ട്. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ നിങ്ങളുടെ അപ്പനും അമ്മയും ഉണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണം തരാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചില ആളുകളുണ്ട്. നിങ്ങളെ പഴിക്കാതെ കൂടെ നിർത്തുന്ന ആരൊക്കെയോ ചില ആളുകളുണ്ട്. നിങ്ങളെ കുറ്റപ്പെടുത്താതെ കൂടെ നിർത്തുന്ന ആരൊക്കെയോ ചില ആളുകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇതൊക്കെ പോകുന്നൊരു ദിവസം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഞാൻ പഠിക്കേണ്ടത് എൻ്റെ മാത്രം ആവശ്യമാണ്. ഞാൻ പഠിച്ചില്ലെങ്കിൽ എനിക്കൊന്നും നേടാൻ പറ്റില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്ന ഒരു ദിവസം വരും. മക്കളെ, ആ ദിവസത്തിലേക്ക് നിങ്ങളെ തള്ളിവിടരുത്. എത്രയും പെട്ടെന്ന് ജോലി വാങ്ങിച്ചോണം. പരമാവധി നേരത്തെ ജോലി വാങ്ങിച്ചോണം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഏക കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ അവസരങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാതെ പോകരുത്. നിങ്ങൾ ന്യൂ ഇയർ റെസല്യൂഷനായി എടുത്ത തീരുമാനം നിങ്ങൾ അവഗണിക്കരുത്.
ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനായിട്ടുള്ള പ്രേരണ നിങ്ങൾക്കുണ്ടാവണം. ആ ഒരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ എടുക്കാനായിട്ട് തയ്യാറായത്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യമാണ്. മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, നിങ്ങളെടുത്ത തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? പലപ്പോഴായിട്ട് നിങ്ങൾ മാറി നിങ്ങളുടെ തീരുമാനങ്ങളെ മാറ്റാറില്ലേ? നന്നായി പഠിക്കുമെന്ന് തീരുമാനിക്കും, നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് അതിങ്ങനെ നീണ്ടു പോകും. എന്താണ് ഈ നാളെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നത്? 2025 നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? 2024 നിങ്ങൾ ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ? അങ്ങനെ ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഇതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഈ 2026 അങ്ങനെ പറഞ്ഞ് കളയാമെന്നാണോ വിചാരിച്ചിരിക്കുക? മക്കളെ, ഞാൻ ആദ്യം പറഞ്ഞ അവസ്ഥ നിങ്ങൾക്ക് വരും. ഒരിക്കൽ നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളോട് ചോദിക്കും, ഇത്ര നാൾ ഇരുന്നിട്ട് നീ എന്തുകൊണ്ട് ഇത് നേടിയില്ല? ഒരിക്കൽ നിങ്ങളുടെ പണം തരുന്നയാൾ നിങ്ങളോട് ചോദിക്കും, ഇത്രയും ഞാൻ പണം തന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇത് നേടിയില്ല? ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാതിരിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമല്ല മക്കളെ, നിങ്ങളുടെ വീട്ടുകാരുടെയും ആവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ പരമാവധി കഷ്ടപ്പെടാൻ, നിങ്ങൾക്ക് എത്രത്തോളം അധ്വാനിക്കാൻ പറ്റുമോ അത്രത്തോളം അധ്വാനിക്കാൻ, എത്രത്തോളം സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ട സമയം അടുത്തു വന്നിരിക്കുകയാണ്. കാരണം അത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. 2026 പോലെ ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരും. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം മതി. 2026 അടിച്ചെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം മാത്രം മതി. തയ്യാറാണെങ്കിൽ മക്കളെ, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്തോ, 2026 ഞാൻ നേടിയിരിക്കുമെന്ന് കമന്റ് ചെയ്തോ. ആ ആവേശത്തിൽ നിങ്ങൾ ആദ്യം 2026 ജനുവരി 1 എടുത്ത തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകൂ. സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഏത് വിധത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, ഏത് തരത്തിലുമുള്ള ക്ലാസ്സുകളിലൂടെ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നിങ്ങൾക്ക് എന്തൊക്കെ പഠനത്തിന് വേണ്ടി ചെയ്തു തരാൻ പറ്റും അതൊക്കെ ചെയ്തു തരാൻ ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. സൂപ്പർ നോട്ട്സിനോടൊപ്പം കൂടിക്കോ. എല്ലാ ആശംസകളും നേരുന്നു. ഏതെങ്കിലും കോഴ്സിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ 8281223366 നമ്പറിലോട്ട് വിളിച്ചോടാം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. താങ്ക്സ് സോ മച്ച്.